ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ നോമ്പ് തുറക്കാൻ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ നോമ്പ് തുറക്കാൻ നമുക്ക് സമൂസ ശരിയാക്കാം. സമൂസ ശരിയാക്കുന്നതിന് നമുക്ക് സമൂസ ഷീറ്റ് കടയിൽ നിന്ന് വാങ്ങിച്ചു. കിഴങ്ങ്, ഉള്ളി, ക്യാരറ്റും എല്ലാം നല്ലവണ്ണം മഞ്ഞൾപ്പൊടി ഉപ്പും ഒക്കെ ഇട്ട് വേവിച്ച് പിന്നെ മസാലകളും ചേർത്തതിന് ശേഷം നമുക്ക് അതിനകത്ത് ചിക്കൻ പുഴുങ്ങിയത് വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ അതിന് ഇച്ചിരി മൈദാമാവ് കലക്കി വെക്കണം, അത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാൻ വേണ്ടി. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ക്യാരറ്റ് ജ്യൂസ് അടിക്കണം. ക്യാരറ്റ് ജ്യൂസിന് ക്യാരറ്റും ഈത്തപ്പഴവും വെള്ളവും ഒഴിച്ച് വെക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ബജ്ജി ഉണ്ടാക്കാം. സാമ്പാറുക വെച്ച് നമുക്ക് ബജ്ജി ഉണ്ടാക്കാം. അതിൻ്റെ ബാറ്റർ ശരിയാക്കിയതാണിത്. ബാറ്റർ ശരിയാക്കി വെക്കണം. അതിൻ്റെ കൂടെ പിന്നെ നമുക്ക് ബ്രെഡ് നാലായിട്ട് കണ്ടിച്ചതിന് ശേഷം നമുക്ക് ബ്രെഡ് ഒരു മുട്ടയും അല്പം പാലും ഒഴിച്ച് മുക്കി നമുക്ക് അതും ശരിയാക്കി എടുക്കാം. അപ്പം പായവും നമുക്കിതെല്ലാം ശരിയാക്കി എടുക്കാം. അപ്പം ഇത് സമൂസ ഷീറ്റ് ഞാൻ ചുരുട്ടുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ അങ്ങോട്ട് വെച്ചതിന് ശേഷം ഇതേപോലെ മടക്കണം. എന്നിട്ട് നമ്മളിതിൻ്റെ ഇത് ബാറ്റർ വെച്ച് ഇതിൻ്റെ മസാലക്കൂട്ടൊക്കെ വെച്ചതിന് ശേഷം നമ്മളതിങ്ങനെ ഒട്ടിച്ച് എടുക്കണം. ബ്രഷൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഇതിങ്ങനെ കൈകൊണ്ട് ഒട്ടിക്കുന്നത് കേട്ടോ. കൈകൊണ്ട് ഒട്ടിച്ച് ഇങ്ങനെ നല്ല നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും. അപ്പം നടിങ്ങനെ ഈ ഒരു രീതിയിലാണ് ഇങ്ങനെ ഞാൻ ഒട്ടിച്ചിട്ട് തിരിച്ച് വെച്ച് നടിങ്ങനെ ഒട്ടിച്ച് പിന്നെ നടിങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമൂസ ശരിയായി. നല്ലവണ്ണം നമ്മളിതുപോലെ ഉണ്ടാക്കി ഒരു ചെറിയ ടിന്നിനകത്താക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം ഈ രണ്ടെണ്ണോ ആളിൻ്റെ അനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കുന്നത്. എന്നിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. പിറ്റേ ദിവസം ഉപയോഗിക്കാതിരിക്കാനാണ് ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. അപ്പോൾ നമ്മൾ എണ്ണ ചൂടാകുമ്പം നമ്മളിതങ്ങോട്ട് പറക്കിയിട്ട് നല്ലവണ്ണം തിരിച്ചും മറിച്ചും ഇട്ട് നല്ല ഗോൾഡൻ കളറാകുമ്പം നമ്മളിതെടുക്കണം. വെച്ചാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ഫ്രഷായിട്ട് നമുക്ക് കഴിക്കാനൊക്കെ പറ്റും നല്ലവണ്ണം. അപ്പം ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് കിഴങ്ങും ക്യാരറ്റും എന്തുവാന്ന് വെച്ചാൽ നമുക്കിഷ്ടപ്പെട്ട വെജിറ്റബിളൊക്കെ എന്തുവാന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നോൺ വെജിറ്റാണെങ്കിൽ അത് ഉണ്ടാക്കി വെച്ചിരുന്നാൽ നമുക്കത് ആവശ്യാനുസരണം എടുത്തുണ്ടാക്കാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് എത്ര പെട്ടെന്ന് നല്ല ഗോൾഡൻ കളറായിട്ട് ഇത് നല്ലവണ്ണം നമുക്ക് കഴിക്കാൻ പറ്റുന്ന, തണുത്തൊന്നും പോകാതെ നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ പറ്റും. ഇപ്പം ഒരു അസ്ർ നിസ്കരിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അസ്ർ നിസ്കരിച്ചിട്ട് നമുക്കിതൊക്കെ അങ്ങോട്ട് ചെയ്താൽ മതി. അപ്പോൾ നല്ല ചൂടോടെ തന്നെ ഇരിക്കും. നമുക്ക് നോമ്പ് തുറക്കുമ്പോഴത്തേക്ക് ചൂടോടെ തന്നെ ഇരിക്കും. അതിൻ്റെ പുറകിൽ തന്നെ ഇത് വറുത്ത് കോരിയിട്ട് നമുക്ക് അടുത്തത് കൂടി ഇട്ട് കോരിയെടുക്കാം. കോരിയെടുത്തതിന് ശേഷം വേണം നമുക്കിനി ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് ബജ്ജി ഉണ്ടാക്കിയെടുക്കാം. ബജ്ജി വാഴയ്ക്കതിനകത്ത് ഞാൻ ബജ്ജിയുടെ മാവ് ഇതാക്കിയത് അല്പം മൈദാമാവും അല്പം കടലമാവും കായപ്പൊടിയും അല്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയിട്ട് നന്നായിട്ട് ഒരു ബാറ്റർ അതിൻ്റെ പരുവത്തിനുള്ള ബാറ്ററായിട്ട് ആക്കി കഴിഞ്ഞാൽ ഇതേപോലെ കിട്ടും. എന്നിട്ട് നമ്മൾ ആ വാഴയ്ക്കായി മുക്കി പൊരിച്ചാൽ മതി. ബജ്ജിക്കായി മുക്കി നമ്മൾ പൊരിച്ചെടുക്കുക. എന്നാ ടേസ്റ്റ്, ഇതിന് നല്ല ടേസ്റ്റ്. നിങ്ങൾ പറയുന്ന പോലെ ഒന്നുമല്ല, ഇതിന് ഒന്നും വേണ്ട. ഇത് ഇറച്ചി വറുത്തതോ ചിക്കൻ വറുത്തതോ ബീഫ് വറുത്തതോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ തിന്നാനും, അല്ലെങ്കിൽ നമ്മൾ വെറും കടയിൽ നിന്ന് കിട്ടുന്ന സൈസിൽ സമ്മന്തി ഉണ്ടാക്കാം. ഏതാണ്ട് നല്ല ഗോൾഡൻ കളറ്. എൻ്റെ പൊന്നേ, ഇതിൻ്റെ രുചി നിങ്ങളൊന്ന് അറിയണം. അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിൻ്റെ. നമ്മൾ സാമ്പാർ കാലം എടുത്ത് കളയും. ഇതൊന്ന് കടയിൽ നിന്ന് വേണമെങ്കിൽ ഇതിന് ഒരെണ്ണത്തിന് 10 രൂപ കൊടുക്കണം. അതേ എണ്ണയിൽ തന്നെ നമ്മൾ ബ്രെഡ് നാലായിട്ട് കണ്ടിച്ച് നമുക്ക് പാലും മുട്ടയും അടിച്ച് ബ്രെഡിൻ്റെ പൊടിയും മുക്കി വറുത്തെടുക്കണം. നമ്മൾ അല്ലാതെ ചൂടുന്നതിനേക്കാളുമൊക്കെ നല്ല ഇതിങ്ങനെ അങ്ങോട്ട് പറക്കി അങ്ങോട്ട് തിന്നണം. നോയമ്പ് തുറന്ന് കഴിഞ്ഞ് നമുക്ക് തിന്നാൻ തോന്നത്തില്ല. നോയമ്പ് തുറന്ന് ജ്യൂസ് കുടിച്ച് കഴിയുമ്പോഴേ നമുക്ക് വയറ് നിറയും. എന്നാലും നമ്മളിതിലെല്ലാം ഓരോന്നും കഴിക്കണം. ഈ ചൂടത്ത് എന്തോ ക്ഷീണമാണെന്നറിയാവോ. നമ്മൾ പറയുന്ന പോലൊന്നുമല്ല, നല്ല ക്ഷീണം തന്നെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഓരോന്ന് കഴിക്കണം. നമുക്കിത് കോരിയെടുക്കുക. ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നേ. നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ മനസ്സ് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാൻ നല്ല ഇതാണ്. നമുക്ക് മനസ്സ് നിറയും, വയറ് നിറയും. നമ്മുടെ വീട്ടിലും ഉണ്ട്, സാധനങ്ങളുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എണ്ണയിൽ തന്നെ നോയമ്പ് തുറക്കാൻ സമയമായി. നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം എടുത്ത് വെച്ച്, ഇത് ക്യാരറ്റ് ജ്യൂസാണ്. ക്യാരറ്റ് ജ്യൂസ് ഞാൻ അടിക്കുന്നത് പാലും
ഈത്തപ്പഴവും ഇട്ട് വേവിച്ചെടുത്ത അടിക്കുന്ന പാലിനകത്ത് അടിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ബജിയുണ്ട്, സമൂസയുണ്ട്, പഴമുണ്ട്, ഈത്തപ്പഴമുണ്ട്, ഓറഞ്ചുണ്ട്, ജ്യൂസുണ്ട്, അങ്ങനെയെല്ലാം ഉണ്ട്. ഇപ്പം നമുക്ക് 4 മണിയായി, എല്ലാം കഴിഞ്ഞ് വെളുപ്പിന് 4 മണിയുടെ ഇത് 4 മണിക്ക് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കി പിന്നെ ചായയും അനത്തിയിട്ട് നമുക്ക് ഇന്നലത്തെ ഉള്ളിക്കറി ഇരിപ്പുണ്ട്, അതും ചൂടാക്കി നമുക്ക് വെളുപ്പിന് കഴിക്കാം. എന്നിട്ട് വെളുപ്പിനെ കഴിച്ച് നമുക്ക് നോയമ്പൊക്കെ പിടിച്ച് സന്തോഷമായിട്ടിരിക്കാം.